ചാൻസലർ ബിൽ രാഷ്ട്രപതിക്ക് അയക്കാൻ ഗവർണറുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ശരത് കെ ശശി ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരത്, ഈ ബില്ല് ഗവർണർ തന്നെ കൂടി ബാധിക്കുന്ന അല്ലെങ്കിൽ താൻ കൂടി പരാമർശിക്കപ്പെടുന്ന ഒരു വിഷയമായതിനാൽ തന്നെ ഈ ബില്ല് പരിഗണിക്കുന്നതിനായി ഗവർണർക്ക് അയക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കമലേഷ്, സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്ന ബില്ല് രാഷ്ട്രപതിക്ക് അയക്കും എന്നുള്ള നിലയിൽ അന്തിമമായ തീരുമാനം ഗവർണറോ രാജ്ഭവനോ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെങ്കിൽ ആ നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ന് ഗവർണർക്ക് ലഭിച്ച നിയമോപദേശം വ്യക്തമാക്കുന്നത് ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാം എന്നുള്ളതാണ്. ഗവർണറുടെ ലീഗൽ അഡ്വൈസർ എസ് ഗോപകുമാരൻ നായരാണ് ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നിയമോപദേശം ഗവർണർക്ക് നൽകിയിരിക്കുന്നത്. ഗവർണറുടെ പദവിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ പദവിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഗവർണർ തന്നെ തീരുമാനമെടുക്കുന്നതിലെ അനൗചിത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുന്നതാണ് ഭേദം എന്ന ഒരു നിലപാട്, ഒരു നിയമോപദേശം അഡ്വക്കേറ്റ് എസ് ഗോപകുമാരൻ നായർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി നേരിട്ട് ഗവർണർക്ക് ഈ നിയമോപദേശം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ അഡ്വക്കേറ്റ് എസ് ഗോപകുമാരൻ നായർ കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഗവർണർ ഡൽഹിക്ക് മടങ്ങുന്നതിന് മുൻപായി തന്നെ ഈ നിയമോപദേശം ഗവർണർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നിയമോപദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്നുള്ള സൂചന ആവർത്തിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ തന്നെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാൽ ഈ ഒരു വിഷയത്തിൽ തനിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ല, തനിക്ക് മുകളിലുള്ളവർ തീരുമാനമെടുക്കട്ടെ എന്ന ഒരു നിലപാട് ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതേ കാര്യം തന്നെ ഇന്ന് ഡൽഹിയിലും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ഗവർണർ ആവർത്തിക്കുകയാണ്. ഇത് തന്നെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ താൻ മാത്രമായി നിലപാടെടുക്കില്ല എന്നാണ് ഇന്നും ഗവർണർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് പട്ടികയിൽ വരുന്ന ഭരണഘടനയുടെ സമാവർത്തി പട്ടികയിൽ വരുന്നതിനാൽ തന്നെ സംസ്ഥാനങ്ങൾക്ക് മാത്രം നിയമനിർമ്മാണം നടത്താൻ വേണ്ടി പറ്റുകയില്ല. അത് കേന്ദ്ര നിയമത്തിന് കൂടി അനുഗുണമാകുന്ന നിലയിലായിരിക്കണം നിയമനിർമ്മാണം നടത്തേണ്ടത് എന്നുള്ള വാദവും ഏതായാലും ഗവർണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവയൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ ബില്ല് രാഷ്ട്രപതിക്ക് അയക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. നിലവിലെ അന്തരീക്ഷം നമുക്കറിയാം. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിന് ഒരു നേരിയ അയവുണ്ടായിട്ടുണ്ട്. നയപ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനമെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഗവർണർ ആകട്ടെ സജി ചെറിയാന് സത്യവാചകം ചൊല്ലിക്കൊടുത്ത് വീണ്ടും മന്ത്രിസഭയിലേക്ക് പുനഃപ്രവേശത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ സർക്കാർ ഗവർണർ പോരിൽ ഒരു അയവുണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രാഷ്ട്രപതിക്ക് ബില്ല് അയക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമോപദേശം ഗവർണർക്ക് ലഭിക്കുകയും ആ നിലയിൽ തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന സൂചന ഗവർണർ നൽകുകയും ചെയ്തിരിക്കുന്നത്. കമലേഷ്. റൈറ്റ് ശരത്. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് രാഷ്ട്രപതിക്ക് വിടാൻ തീരുമാനം. ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചിരിക്കുന്നു. തന്നെ കൂടി ബാധിക്കുന്ന വിഷയം ബില്ലിലുള്ളതിനാൽ താൻ തീരുമാനമെടുക്കില്ലെന്നും തനിക്ക് മുകളിലുള്ളവർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് ഗവർണറുടെ നിലപാട്. ശരത് കെ ശശിയാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.